കെ.പി.യുടെ മകനെ മെത്രാപ്പോലിത്തയാക്കും, ജോഷുവ മാർ ബർണബാസിനെ റെസിഡന്റ് ബിഷപ്പാക്കും. വിശ്വാസത്തിന്റെ മറവിൽ വാരിക്കൂട്ടിയ പരിധിയില്ലാത്ത സ്വത്തുക്കൾ കൈക്കലാക്കുവാൻ കെ.പി. യോഹന്നാനെ തട്ടിക്കളഞ്ഞ് ശവമടക്കം ഗംഭീരമായി നടത്തിയവർ അണിയറയിൽ ഡ്രൈവിംഗ് സീറ്റിനായുള്ള ചരടുവലികൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നീക്കം അല്പമെങ്കിലും പാളിപ്പോയാൽ അടിപടലം പൊളിയും, എല്ലാ എണ്ണവും പിടിക്കപ്പെടുമെന്ന പേടിയുള്ളതിനാൽ കൊല ആസൂത്രണം നടത്തിയവർ വളരെ കരുതലോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അധികം താമസിക്കാതെ തന്നെ കെ.പി.യുടെ സ്വത്തുവകകൾ കെ.പി.യെ തട്ടിക്കളഞ്ഞവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നും ഒടുവിൽ തങ്ങളെ അവർ നിർദാക്ഷിണ്യം ചവിട്ടി പുറത്താക്കുമെന്നും ബിഷപ്പുമാർക്കും വൈദികർക്കും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. തുടക്കത്തിൽ ഏതാണ്ട് 29ഓളം പേരെ ബിഷപ്പായി വാഴിച്ച് നൈറ്റിയും കരിഞ്ഞ പ്ലം കേക്ക് പോലുള്ള തൊപ്പിയും വെപ്പിച്ചിരുന്നുവെങ്കിലും അതിൽ പലരും ഇപ്പോൾ നൈറ്റി ഊരിപ്പറിച്ച് കളഞ്ഞ് പഴയ കൂന്താലിപ്പണിക്കും പാസ്റ്റർ പണിക്കുമൊക്കെ പോയി തുടങ്ങി. സാമുവൽ മാർ ആംബ്രോസ്, സക്രിയാസ് മാർ ഇവാനിയോസ്, നാരായൺ ശർമ്മ എന്ന അന്തിമോസ് മോർ യൗസേബിയോസ് എന്നിവരാണ് അടുത്തിടെ കുപ്പായമൂരി കളഞ്ഞവരിൽ പ്രധാനികൾ. ഇതിൽ നാരായൺ ശർമ്മ ഹൈന്ദവ മതത്തിൽ നിന്ന് കെ.പി.യുടെ മതത്തിലേക്ക് വന്ന ഉന്നത കുലജാതനാണ് എന്ന് പറഞ്ഞ് വലിയ പ്രൊപ്പഗണ്ടയൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ അതും പോയി. പല ബിഷപ്പുമാർക്കും ഏതാനും മാസങ്ങളായി ചിലവ് കാശ് പോലും കൊടുക്കുന്നില്ല എന്നാണ് വിവരം. ഇതിൽ പലരുടെയും ബന്ധുക്കളാണ് ഇവരുടെ കുടുംബ ചെലവുകൾ പോലും നടത്തുന്നത് എന്ന് ചില ബിഷപ്പുമാർ ITV ന്യൂസിനോട് വെളിപ്പെടുത്തി. എന്നാൽ കെ.പി.യുടെ കുടുംബക്കാരും സിൽബന്ധികളും ഇവരുടെ പിടിച്ചുവെപ്പുകാരനായ പന്തപ്പള്ളിയും കമ്മീഷൻ ഇടപാടിലൂടെ അടപടലം വെട്ടിക്കൊണ്ടുപോവുകയാണ് എന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. കെ.പി. യോഹന്നാനെ നൈസായി തട്ടിക്കളയുക എന്ന ആദ്യ ലക്ഷ്യം അവർ കൈവരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എട്ടും പൊട്ടും തിരിയാത്ത കെ.പി.യുടെ മകനെ ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി ഒന്ന് വട്ടം കറക്കി വിട്ടാൽ വേറെ അമ്മായി എന്ന് ചോദിക്കുന്ന കെ.പി. യോഹന്നാന്റെ മകൻ ഡാനിയൽ പുന്നൂസിനെ മെത്രാപ്പൊലിത്ത ആക്കുക എന്നതാണ്. ഡാനിയലിനെ പിടിച്ച് നൈറ്റി ഇടിയിപ്പിച്ച് ഇപ്പോൾ ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. പേരും മാറ്റി ഡാനിയൽ മോർ തീമോത്തിയോസ്. കെ.പി.യുടെ മകൻ ഡാനിയലിനെ പിടിച്ച് മെത്രാപ്പൊലിത്തയാക്കുവാനാണ് കെ.പി.യെ തട്ടിക്കളഞ്ഞവരുടെ ആഗ്രഹം. കാരണം ലവനെ പിടിച്ച് മെത്രാനാക്കി സഭയുടെ പരമാധ്യക്ഷനാക്കി പോയി അമേരിക്കയിൽ വാണോളൂ എന്ന് പറഞ്ഞ് വണ്ടി കയറ്റി വിട്ടാൽ പിന്നെ യാതൊരു ശല്യവും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ഇവറ്റകൾക്ക് ഉദ്ദേശിച്ച പോലെ വാഴാം, കാര്യങ്ങൾ നടത്താം. അതുമാത്രമല്ല, ആരും സംശയിക്കത്തുമില്ല. വിശ്വാസികൾക്കും മറ്റു മെത്രാപ്പൊലിത്തന്മാർക്കും വൈദികർക്കും കെ.പി.യുമായി ഒരു വൈകാരിക ബന്ധം ഉള്ളതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നതും അതാണ്. അതുകൊണ്ട് ലവനെ കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെ കാറിൻ്റെ ഒരു പടം കാണിച്ചാൽ ചെക്കന് കാര്യങ്ങൾ മനസ്സിലാകും. മകൻ ഡാനിയലിനെ മെത്രാപ്പൊലിത്തയാക്കി വാഴിച്ച് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചു കഴിയുമ്പോൾ റോമിൽ പോപ്പിരിക്കുന്നത് പോലെ, അന്ത്യോക്യൻ പാത്രിയർക്കീസ് ഇരിക്കുന്നത് പോലെ കെ.പി.യുടെ കുരിപ്പ് ഡാലസിലിരുന്ന് സഭയെ ഭരിക്കും. എന്നിട്ട് കൂട്ടത്തിലുള്ള കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു തീവട്ടിയെ റെസിഡന്റ് ബിഷപ്പ് അല്ലെങ്കിൽ സഫർഗൻ ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വാഴിക്കാം. അയാൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളും. കെ.പി. യോഹന്നാന്റെ മകൾ സാറയുടെ ഭർത്താവ് ഡോക്ടർ ഡാനിയൽ ജോൺസൺ സഭാ സെക്രട്ടറി എന്ന പദവിയിലാണ്. കെ.പിക്ക് മരുമോനെ ബിഷപ്പാക്കി വാഴിക്കുവാൻ ദൈവം അവസരം കൊടുത്തില്ല. ഇപ്പോൾ തിരുവല്ലയിൽ ഒരു കോക്കസിന്റെ കയ്യിലെ കളിപ്പാവിയായി അദ്ദേഹം ഇങ്ങനെ പോകണം. റെസിഡന്റ് ബിഷപ്പാക്കുവാൻ തീവട്ടികൾ പരമാവധി കിണഞ്ഞു പരിശ്രമിക്കുന്നത് പഴയ പ്രൈസൻ പാസ്റ്റർ അഥവാ പ്രൈസൻ ജോണിനെയാണ്. ഇയാളെ നൈറ്റി എടുപ്പിച്ച് ജോഷുവ മാർ ബർണബാസ് എന്ന പേര് നൽകിയിരിക്കുകയാണ്. ഇയാളാണ് കെ.പി. യോഹന്നാന്റെ ശവത്തിന് സിജോ പന്തപ്പള്ളിയോടൊപ്പം ആംബുലൻസിൽ കാവലിരുന്നത്. ഇത് ആ ലക്ഷ്യത്തിലേക്കുള്ള ബിൽഡപ്പിന്റെ ആദ്യ തുടക്കമായിരുന്നു ആ യാത്ര. കറുത്ത ശരീരവും വെളുത്ത താടിയുമുള്ള ആ മെത്രാനെ അന്നേ ഞങ്ങൾ നോട്ട് ചെയ്തിരുന്നു. ശമുവേൽ മാത്യു എന്ന ശാമുവേൽ മോർ തെയോഫിലോസ് എന്ന ബിഷപ്പിന്റെ സഹോദരി പുത്രി ജീനയുടെ ഭർത്താവാണ് പ്രൈസൻ ജോൺ എന്ന ജോഷുവ മാർ ബർണബാസ്. ഇദ്ദേഹത്തെ പദവിയിലെത്തിക്കുവാനാണ് ഇപ്പോൾ ചരടുവലികൾ നടക്കുന്നത്. ജീനയും പന്തപ്പള്ളിയുമായിരുന്നു കെ.പി. യോഹന്നാന്റെ രണ്ട് സൈഡിൽ നിന്നും ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന വിശ്വസ്തർ. അവർക്കിനിയും ഉദ്ദേശിച്ചതുപോലെ പരിപാടികൾ തുടരണമെങ്കിൽ ജീനയുടെ മാപ്പിള പദവിയിൽ വരണം. കസേര ആഗ്രഹിക്കുന്ന കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരാൾ ശമുവേൽ മാർ തെയോഫിലോസ് ആണ്. കെ.പി. യോഹന്നാന്റെ ജ്യേഷ്ഠൻ കെ.സി. പുന്നൂസിന്റെ മകൾ അന്നമ്മ സാമുവേലിന്റെ മരുമകനാണ് ഈ ശമുവേൽ മാത്യു. എന്നാൽ പന്തപ്പള്ളിക്കും കൂട്ടർക്കും ശമുവേൽ വരുന്നതിനോട് വലിയ താല്പര്യമില്ല എന്നാണ് വിവരം. കെ.പി.യെ കുഴിച്ചിട്ട് ഉടനെ കിടന്ന് കസേരയ്ക്ക് കടിപിടി കൂട്ടിയാൽ വിവരങ്ങൾ ചോരും, എല്ലാം അകത്താകും എന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഒരു വെടിനിർത്തൽ മൂഡിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ കുടുംബക്കാരെ ആരെയെങ്കിലും തിരഞ്ഞെടുത്താൽ അപ്പൻ ചാകാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നോടാ കട്ടിലിൽ കയറി കിടക്കാനെന്ന് ആരെങ്കിലും ചോദിക്കും എന്ന് ഭയന്നാണ് മെത്രാപ്പൊലിത്ത തെരഞ്ഞെടുപ്പ് കെ.പി.യുടെ 41 കഴിഞ്ഞ്
ഒരു ദിവസം കൂടി കഴിഞ്ഞ് നടത്താം എന്ന ധാരണയിൽ പിരിഞ്ഞത്. തിരഞ്ഞെടുപ്പിലേക്ക് പോകാതെ ഇതിനുള്ളിൽ ഒരു സമവായം ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിലാണ് ഇവർ. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ മെയ് 23-ാം തീയതി തിരുവല്ലയിൽ വെച്ച് 2 മണിക്ക് സിനഡ് കൂടി ജൂൺ 17-ന് തിരഞ്ഞെടുപ്പ് നടത്താം എന്ന് തീരുമാനിച്ചത്. ബിഷപ്പുമാരുടെ ഇടയിൽ ഇപ്പോൾ തന്നെ ചെരിതിരിവായി. ഇവന്മാർ പുറത്തുപോയി വരും ദിവസങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാകാതിരിക്കുവാൻ, പ്രശ്നങ്ങൾ കൈവിട്ടു പോകാതിരിക്കുവാൻ ഉപവാസ പ്രാർത്ഥന നടത്തണം, ആരും അതുകൊണ്ട് തിരുവല്ല വിട്ടു പോകരുതെന്ന് പറഞ്ഞ് അവിടെ തന്നെ പിടിച്ച് കിടത്തിയിരിക്കുകയാണ്. കരുതൽ തടങ്കലിലാണ് എല്ലാം എന്ന് പറയുന്നതാണ് ശരി. ഇതിൽ നിന്നും ഇളവ് ലഭിച്ചത് തിരുവനന്തപുരം മെത്രാൻ സിൽവാനിയോസിനാണ്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പിടിപ്പത് പണിയുണ്ട്. പക്ഷേ ഇപ്പോഴും കെ.പി. യോഹന്നാന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൂടെ നിൽക്കുന്നവർ ചെയ്ത ചതി മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. അല്ലെങ്കിൽ അവരും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നടത്തുന്നത് എന്ന് അനുമാനിക്കേണ്ടി വരും. എന്നാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അവരിപ്പോൾ മറ്റുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള ട്രസ്റ്റിൻ്റെ കോമ്പൗണ്ടിലാണ് ജീവിക്കുന്നത് എന്നൊരു പക്ഷേ അവർക്കിപ്പോഴും അറിയില്ലായിരിക്കാം. ഏറ്റവും ദുരൂഹമായ കാര്യം കെ.പി. എവിടെ പോയാലും സ്വന്തം ഭാര്യയല്ല കൂടെ കൊണ്ടുപോയിരുന്നത് എന്നതാണ്. കെ.പിയുടെ യാത്രകളിൽ കൂടെ നിഴല് പോലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരായിരുന്നു ആ സ്ത്രീ? കെ.പിയുമായി ആ സ്ത്രീക്ക് ഇത്രയും അടുപ്പം വരുവാൻ കാരണം എന്തായിരുന്നു? അതുപോലെ കെ.പിയെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തിയ ഇക്കഴിഞ്ഞ അമേരിക്കൻ യാത്രയിലും ആ സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്കാണ് കെ.പിയുടെ കൊലപാതകത്തോടെ സുപ്രധാനമായ വസ്തുവകളിലും ട്രസ്റ്റുകളിലും ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിച്ചത്. ആരാണ് ആ സ്ത്രീ? ആരാണ് ഇവരുടെ പിന്നിൽ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.